ഗ്ലോബലി സ്ത്രീകളിൽ കാണുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസറുകളാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസറുകൾ. 99% സെർവിക്കൽ ക്യാൻസറുകൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളുടെ പല സ്ട്രെയിനുകളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷീതു, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് HPV വാക്സിനെ കുറിച്ചിട്ടാണ്. HPV വാക്സിൻ അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിലെ പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന നിലയിലാണ് HPV വാക്സിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സർവൈക്കൽ ക്യാൻസറുകൾ മാത്രമല്ല, സ്ത്രീകളിൽ കാണുന്ന വജൈനൽ വൾവൽ ക്യാൻസറുകൾ, അതുപോലെ മലദ്വാരത്തിനടുത്ത് വരുന്ന ആനൽ ക്യാൻസറുകൾ, ആനോജെനിറ്റൽ വാർഡ്സുകൾ, ഇതെല്ലാം ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീകളിൽ മാത്രമല്ല, പുരുഷന്മാരിലും ഇത് ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ വരുന്ന പിനൈൽ സ്ക്രോട്ടൽ ക്യാൻസറുകളും ആനോജെനിറ്റൽ വാർഡ്സുകളും ആനൽ ക്യാൻസറുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും അസുഖങ്ങൾ വരുത്തുന്ന ഒരു വൈറസിന് എഗെയിൻസ്റ്റ് നമുക്കൊരു വാക്സിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. HPV വാക്സിൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. ഇനി എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് വാക്സിൻ? 9 വയസ്സ് തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 2 ഡോസ് ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കുന്നത്. മസിലിൽ എടുക്കുന്ന വാക്സിനാണ്. ആദ്യത്തെ ഡോസ് എടുത്ത് 6 മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കാം. 14 വയസ്സിന് ശേഷം 3 ഡോസുകളായിട്ട് എടുക്കും. അത് ആദ്യത്തെ ഡോസ് എടുത്ത് 1 മാസം കഴിഞ്ഞ് അടുത്ത 6-ാം മാസത്തിൽ നമുക്ക് കുത്തിവയ്പ്പുകൾ എടുക്കാം. മാർക്കറ്റിൽ പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യനെ സമീപിച്ച് നിങ്ങളുടെ കുഞ്ഞിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് വാക്സിനാണോ ആ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. ഇത്രയും അസുഖങ്ങൾ, അതായത് നമ്മൾ ഭാവിയിലോട്ട് കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇത്രയും അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻ നമുക്ക് കയ്യിലുള്ളപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് പോയിട്ട് വാക്സിൻ എടുക്കുക.